ഇനി ബാംഗ്ലൂരിലേക്ക് പോകണോ ഇച്ചായ? വേണ്ട, അവിടുത്തെ നമ്മുടെ മാർക്കറ്റെല്ലാം ചെറിയ വാടകയ്ക്കല്ലേ നമ്മൾ കൊടുത്തിരുന്നത്. ആ പാവങ്ങളുടെ അധ്വാനമാണ് നമ്മുടെ മാർക്കറ്റ്. അതുകൊണ്ട് ആ മാർക്കറ്റ് ഞാൻ അവരുടെ പേരിൽ തന്നെ എഴുതി കൊടുത്തു. റിച്ചി പറഞ്ഞത് കേട്ട് മരിയ സന്തോഷത്തോടെ റിച്ചിയുടെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. സന്തോഷമായോ എൻ്റെ മരിയ കൊച്ചിന്? ഒരുപാട്. കോളേജിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഇച്ചായ +2 കഴിഞ്ഞ് തുടർന്ന് പഠിക്കണമെന്ന്. പക്ഷെ പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ഇച്ചായന് അറിയാമല്ലോ. ഇച്ചായനും മക്കളും എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ് ഇച്ചായൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. തൻ്റെ നെഞ്ചിൽ നനവ് പടർന്നപ്പോൾ റിച്ചി മരിയയുടെ മുഖം ഉയർത്തി നോക്കി. എന്തിനാ എൻ്റെ കൊച്ചിങ്ങനെ കരയുന്നേ? ഈ കണ്ണു നിറഞ്ഞാൽ നിൻ്റെ ഇച്ചായനത് സഹിക്കാൻ പറ്റില്ല മരിയ കൊച്ചെ. മരിയയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് റിച്ചി പറഞ്ഞതും മരിയ വീണ്ടും റിച്ചിയുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആ രാത്രി പുലരുവോളം പ്രണയത്തിൻ്റെ പുതുവഴികൾ തേടി അവർ പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു. പുലർച്ചെ എപ്പോഴോ തളർന്ന് മരിയയുടെ വേർത്ത് കുതിർന്ന മാറൊടുക്കിലേക്ക് റിച്ചി തളർന്നു വീണു. ഇരുകൈകൾ കൊണ്ട് റിച്ചിയെ തന്നോട് ചേർത്ത് പിടിച്ച് മരിയയും കണ്ണുകൾ അടച്ചു. രാവിലെ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് റിച്ചി പുറത്തേക്ക് ഇറങ്ങി നോക്കി. കാറിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ട് റിച്ചി ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഡാ കള്ള തെമ്മാടി, എവിടെയാണ് എൻ്റെ മോള്? കവട ദേഷ്യത്തോടെ റിച്ചിയുടെ തോളിൽ ഒന്ന് അടിച്ചുകൊണ്ട് മാത്യൂസ് ചോദിച്ചു. ബെന്നിച്ച. മരിയ റിച്ചിയെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആ ദാ വന്നല്ലോ അപ്പച്ചൻ തിരക്കിയ ആള്. റിച്ചി ബെന്നിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മരിയയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. മരിയ തലയുയർത്തി നോക്കിയപ്പോൾ തന്നെ നോക്കി റിച്ചിയുടെ കൂടെ നിൽക്കുന്ന ആളെ കണ്ട് ബെന്നിയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അപ്പച്ചനാ. മരിയ മാത്യൂസിനെ നോക്കിയതും അദ്ദേഹം മരിയയെ കൈകാട്ടി തൻ്റെ അടുത്തേക്ക് വിളിച്ചു. വിളിക്കുമ്പോഴൊക്കെ ഇവൻ പറയും മോളെക്കുറിച്ച്. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. മാത്യൂസ് മരിയയുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ആ അപ്പനെ കണ്ടപ്പോൾ ആർക്കും എന്നെ വേണ്ടേ? കത്രീനാമ്മച്ചിയുടെ ശബ്ദം കേട്ട് മരിയയും റിച്ചിയും തിരിഞ്ഞു നോക്കി. അമ്മച്ചി. മരിയ കത്രീനാമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. എല്ലാവരും അകത്തേക്ക് വാ. റിച്ചി എല്ലാവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ദേവാനന്ദനും ഗീതയും അല്ലുവും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു. മരിയ അല്ലുവിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. ദേവാനന്ദൻ എന്താ എന്ന രീതിയിൽ മാത്യൂസിനെ നോക്കി. വളച്ചു കെട്ടാതെ ഞാൻ കാര്യം പറയാം. ബെന്നിക്ക് അല്ലുമോളെ ഇഷ്ടമാണ്. അല്ലുമോൾക്ക് തിരിച്ചും ആ ഇഷ്ടമുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ജാതിയും മതവും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ അല്ലുമോൾ ഞങ്ങൾക്ക് തന്നേക്കാമോ? ഇതിപ്പോൾ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. റിച്ചിയെ പോലെ തന്നെ ബെന്നിയെയും ഞങ്ങൾക്ക് സ്വന്തം മോനായിട്ട് കണ്ടിരിക്കുന്നത്. അല്ലുമോള് ബെന്നിക്ക് തരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങൾക്ക് ആലോചിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഞായറാഴ്ച നമുക്ക് കെട്ട് നടത്താം. 2 ആഴ്ച കഴിഞ്ഞ് ശ്രീകുട്ടിക്ക് ക്ലാസ്സും തുടങ്ങും. അതിനു മുമ്പാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ റിച്ചി, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. എന്താന്ന് വെച്ചാൽ അങ്കിളിൻ്റെ തീരുമാനം പോലെ. എൻ്റെ റിച്ചി, നീ എന്നെ അച്ഛനെന്നോ വല്യച്ഛനെന്നോ വിളി. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കാണുന്നത്. മോൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച പോലെ. 2 ആഴ്ചകൾക്ക് ശേഷമാണ് കല്യാണം. പീച്ച് കളർ പട്ടുസാരിയിൽ മിതമായ സ്വർണ്ണാഭരണങ്ങൾ കൂടി അല്ലു ഒരുങ്ങിയിറങ്ങി. സ്കൈ ബ്ലൂ കളർ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് മരിയയുടെ വേഷം. റിച്ചി സ്കൈ ബ്ലൂ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ്. റേക്കുട്ടി സ്കൈ ബ്ലൂ കളർ ഫ്രോക്കും തലയിൽ അതേ കളറിലൊരു ബോയും വെച്ചിട്ടുണ്ട്. റിച്ചിയുടെ സ്കൈ ബ്ലൂ കളർ ബനിയനും അതേ കളർ കുഞ്ഞി പാൻറ്റും. അല്ലുവിൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് റിച്ചിയാണ് ബെന്നിയെ സ്വീകരിച്ചത്. ഹിന്ദു ആചാരപ്രകാരം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിലാണ് ചടങ്ങുകൾ നടന്നത്. മരിയ ബെന്നിയുടെ സഹോദരങ്ങളുടെ സ്ഥാനത്ത് നിന്നും ചടങ്ങുകൾ നടത്തി. ദൂരക്കൂടുതൽ ഉള്ളത് കൊണ്ട് അവർ അന്ന് വിഷമങ്ങളിൽ തന്നെ നിന്നു. കത്രീനാമ്മച്ചി ആചാരപ്രകാരം കുരിശ് വെച്ച് വിളക്ക് കൊടുത്തി അല്ലുവിൻ്റെ ഗൃഹപ്രവേശം നടത്തി. രാത്രി അല്ലുവിനെ സെറ്റ് സാരി ഉടുപ്പിച്ച് മുല്ലപ്പൂ വെച്ച് കയ്യിലൊരു ഗ്ലാസ് പാലും കൊടുത്ത് റൂമിലാക്കി. അല്ലു റൂമിൽ ചെല്ലുമ്പോൾ ബെന്നി അവിടെ ഇല്ലായിരുന്നു. റിച്ചിയുമായി സംസാരിച്ച് ബെന്നി റൂമിലെത്തുമ്പോൾ അല്ലു ഉറങ്ങിയിരുന്നു. ബെഡ്ഷീറ്റ് എടുത്ത് അല്ലുവിനെ പുതപ്പിച്ച് ബെന്നിയും അല്ലുവിൻ്റെ അടുത്തായി കിടന്നു. റിച്ചി റൂമിലേക്ക് ചെല്ലുമ്പോൾ മരിയ മക്കളെ ഉറക്കിക്കിടത്തി ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുകയാണ്. ഡോർ അടച്ചുകൊണ്ട് റിച്ചി മരിയയ്ക്ക് അടുത്തേക്ക് ചെന്നു. ഇച്ചായ. മരിയ ചിണുങ്ങിക്കൊണ്ട് റിച്ചിയെ വിളിച്ചതും റിച്ചിയുടെ കണ്ണുകളിലെ ഭാവം കാണി മരിയ നാണത്തോടെ തലതാഴ്ത്തി. റിച്ചി 2 കൈകൊണ്ട് മരിയയുടെ മുഖം തൻ്റെ കൈക്കുമ്പോൾ കോരിയെടുത്തു. ഭ്രാന്തമായ ആവേശത്തോടെ മരിയയുടെ മുഖം മുഴുവൻ റിച്ചി ചുംബനം കൊണ്ട് മൂടി. മരിയയുമായി പതുക്കെ വീട്ടിലേക്ക് വീണു. ആ കുഞ്ഞു ശബ്ദം കേട്ട് റിച്ചിയും മരിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഉറക്കിക്കിടത്തി 2 പേരും എഴുന്നേറ്റിരുന്ന് എടുക്കാനായി കൈനീട്ടി. റിച്ചി 2 പേരെയും എടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയതും റിച്ചിയുടെ മരിയയുടെ ദേഹത്തേക്ക് വലിഞ്ഞേറി ചുണ്ടു കുറിപ്പിച്ച് വെച്ച് റിച്ചിയെ നോക്കി. മരിയ റിച്ചിയും മാറി മാറി ശ്രമിച്ചിട്ട് 2 പേരും ഉറങ്ങിയില്ല. റിച്ചി ദയനീയമായി മരിയയെ നോക്കി. മരിയ റിച്ചിയെ കളിയാക്കി ചിരിച്ചു. വെളുപ്പിന് 3 മണിയായി 2 പേരും ഉറങ്ങിയപ്പോൾ റിച്ചിയും മരിയും അവരെ നെഞ്ചോട് ചേർത്ത് കിടന്നു. പിറ്റേ ദിവസം മുതൽ മരിയയ്ക്ക് ക്ലാസ് തുടങ്ങി. മരിയ ക്ലാസ്സിന് പോകുമ്പോൾ ദേവാനന്ദനും ഗീതയും അത്താഴ്ചനും കൂടിയാണ് മക്കളെ നോക്കുന്നത്. റിച്ചി വിഷമകാലത്തെ പാടശേഖരത്തെ കൃഷി വീണ്ടും തുടങ്ങി. ദേവാനന്ദൻ കോയമ്പത്തൂരിലെ ബിസിനസ് എല്ലാം നിർത്തി അതിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് നാട്ടിൽ ബിസിനസ് തുടങ്ങി. അതും റിച്ചിയാണ് നോക്കുന്നത്. ബെന്നിയും അല്ലുവും ബെന്നിയുടെ വീട്ടിലാണ്. റിച്ചിയുടെ പ്രണയച്ചൂട് നിറഞ്ഞാണ് മരിയയുടെ ഓരോ ദിവസവും ഉണ്ടായിരുന്നത്. റിച്ചൂട്ടൻ ഇടയ്ക്ക് പാര വയ്ക്കുമെങ്കിലും റിച്ചി തൻ്റെ റൊമാൻസുമായി മുന്നോട്ട് പോകുന്നു.
അല്ലുവിൻ്റെ അവസ്ഥ മറിച്ചല്ല. ഫസ്റ്റ് നൈറ്റ് ഉറങ്ങി കുളവാക്കിയതോട് പിന്നീട് ഒരു രാത്രിയും അല്ലുവിനെ ഉറങ്ങാൻ പിന്നെ സമ്മതിച്ചിട്ടില്ല. ചെക്കൻ ആക്രാന്തം തീരെ കുറവായതുകൊണ്ട് പകലും അല്ലുവിൻ്റെ പുറകെ നടത്തമാണ്. അടുക്കളയിൽ വന്ന് റൊമാൻസ് പുറത്തെടുക്കുമ്പോൾ കത്രിന വെച്ച് ചൂലെടുക്കും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മുങ്ങും. ചുരുക്കം പറഞ്ഞാൽ ബെന്നിയുടെ റൊമാൻസ് കൊണ്ട് അല്ലുവിന് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. ബെന്നി പിന്നെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ നടപ്പാണ്. ഒരു മാസത്തിന് ശേഷം റിച്ചൂട്ടിൻ്റെയും റേക്കുട്ടിയുടെയും ബർത്ത്ഡേ ആഘോഷത്തിനായി എല്ലാവരും വിഷമകാലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. ബേബി പിങ്ക് കളർ ഫ്രോക്ക് ഇട്ട് ഒരു മാലകയെ പോലെയാണ് റേക്കുട്ടി ഒരുക്കിയത്. റിച്ചൂടെ സെയിം കളർ ഷർട്ടും കുഞ്ഞു ഓവർകോട്ടും പാൻറ്റുമാണ് വേഷം. മക്കളുടെ തന്നെ സെയിം കളർ സാരിയും മുണ്ടും ഷർട്ടുമാണ് റിച്ചിയും മരിയയും കൂടെ റിച്ചൂട്ടിൻ്റെയും റേക്കുട്ടിയും കൈപിടിച്ച് കേക്ക് കട്ട് ചെയ്തു. ഓരോ കഷ്ണം കേക്ക് രണ്ടുപേരുടെയും വായിൽ വെച്ചു കൊടുത്തു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് സദ്യ കഴിച്ച് എല്ലാവരും കൂടെ ഉമ്മർത്തിരിക്കുവാണ്. എല്ലാവരും കുട്ടികളുടെ കൂടെ കളിയാണ്. വയറുവേദന ആയതുകൊണ്ട് അല്ലു മാത്രം മാറിയിരുന്നു. രാത്രി വയറുവേദന കൂടിയപ്പോൾ റിച്ചിയും ബെന്നിയും കൂടി അല്ലുവിനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ അല്ലുവിനെ പരിശോധിച്ച ശേഷം റിച്ചിയും ബെന്നിയെ അകത്തേക്ക് വിളിപ്പിച്ചു. നിങ്ങളിൽ ആരാണ് അലോഷിയുടെ ഭർത്താവ്? ഞാനാണ്. കൺഗ്രാറ്റ്സ്, അലോഷി പ്രഗ്നൻ്റാണ്. ബെന്നി? താങ്ക്സ് ഡോക്ടർ. അല്ലുവിന് കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റാണ് എഴുതിയത്. മരുന്ന് മേടിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എന്നാലും ബെന്നി, ആ കൊച്ചിന് നീ എന്തെങ്കിലും റെസ്റ്റ് കൊടുത്തിട്ടുണ്ടോടാ? റിച്ച് ബെന്നിയുടെ ചെവിയിലായി ചോദിച്ചു. അത് പിന്നെ മനുഷ്യനല്ലേ മോനെ. അയ്യടാ, അവൻ്റെ ഒരു നാണം. ഇനി ഒരു 3 മാസത്തേക്ക് നിന്നെ എൻ്റെ മോളുടെ അടുത്ത് കണ്ടുപോകരുത് കേട്ടല്ലോ, കത്രിനാമ്മച്ചി കപടത്തിഷ്ടത്തോടെ ബെന്നിയോട് പറഞ്ഞു. അമ്മച്ചി, ബെന്നി ദയനീയമായി കത്രിനാമ്മച്ചിയെ വിളിച്ചു. നിന്നെ എനിക്ക് തീരെ വിശ്വാസം പോരാ മോനെ. വേണമെങ്കിൽ അല്ലുമോൾ ഇന്നു മുതൽ എൻ്റെ കൂടെ കിടന്നോട്ടെ, കത്രിനാമ്മച്ചി പറഞ്ഞതും അവിടെ കൂട്ടിച്ചിരി മുഴങ്ങി കേട്ടു. ബെന്നി റിച്ചി വന്ന് നോക്കി. കൂടാ തെണ്ടി. റിച്ചിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ബെന്നി ചുണ്ടനക്കി. അല്ലു ഗർഭിണിയായ ആദ്യത്തെ 3 മാസം നല്ല രീതിയിൽ ഛർദിലായിരുന്നു. 4-ാം മാസം മുതൽ ഛർദിൽ പൂർണ്ണമായി നിന്നു. ചെറുതായി വയറ് ഉയർത്തിയിട്ടുണ്ട്. 3 മാസം വരെ കത്രിനാമ്മച്ചി ബെന്നിയെ അടുപ്പിച്ചില്ലെങ്കിൽ 4-ാം മാസം മുതൽ റിച്ചൂട്ടനും റേക്കുട്ടിയുമാണ് ബെന്നിയുടെ ജീവിതത്തിലെ കരടുകൾ. അല്ലുവിന് ചെറുതായി വീർത്ത വയറിൽ ഉമ്മ വെച്ചും കൈകൊണ്ട് തലോടിയും എപ്പോഴും കാണും. റേക്കുട്ടിയും റിച്ചൂട്ടനും അല്ലുവിൻ്റെ ഇരുവശവും. അല്ലുവിന് പകൽ ആഹാരം കഴിക്കാൻ മടിയാണെങ്കിലും രാത്രി നന്നായി ആഹാരം കഴിക്കും. പാവം ബെന്നിച്ചൻ രാത്രി മുഴുവൻ ഇപ്പോൾ ഓട്ടമാണ്. അല്ലുവിനാണെങ്കിൽ അധികമൊന്നും കിട്ടാത്ത സാധനങ്ങളാണ് വേണ്ടത്. 7-ാം മാസം കുഞ്ഞിൻ്റെ അനക്കം കെട്ടി തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും സന്തോഷം റിച്ചൂട്ടനും റേക്കുട്ടിക്കുമായിരുന്നു. കുഞ്ഞനങ്ങൾ കുഞ്ഞിക്കൈകൾ കൊണ്ട് വയറിൽ തൊട്ടു നോക്കുകയും അത്ഭുതത്തോടെ ആ കണ്ണുകൾ വിടരുന്നതും എല്ലാവരും നിറച്ചുരുടെ നോക്കി നിൽക്കും. കുഞ്ഞിൻ്റെ അനക്കം കിട്ടാത്തപ്പോൾ വാവ പിണങ്ങിയെന്നും പറഞ്ഞ് രണ്ടുപേരും ചുണ്ടു പിളർത്തി കരയാൻ തുടങ്ങും. ബാബു ഉറങ്ങുന്നത് കൊണ്ട് അനങ്ങാത്തതെന്ന് അല്ലു പറയുമ്പോൾ ആണോ എന്ന രീതിയിൽ രണ്ടുപേരും അല്ലുവിനെ നോക്കും. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ബെന്നിയുടെയും അല്ലുവിൻ്റെയും പൊന്നോമനയ്ക്കായി ലേബർ റൂമിന് മുൻപിൽ കാത്തിരിക്കുകയാണ് എല്ലാവരും. പെട്ടെന്ന് പെയിൻ വന്നാണ് അല്ലുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. മരിയയും പ്രസവ സമയത്തെ പോലെ ബുദ്ധിമുട്ടുകളൊന്നും അല്ലുവിനുണ്ടായിരുന്നില്ല. എങ്കിലും തൻ്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ബെന്നിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. വെയിറ്റ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന ചെയറിൽ റിച്ചിയുടെ അടുത്ത് ഇരിക്കും. ഇടയ്ക്ക് എഴുന്നേറ്റ് ലേബർ റൂമിൻ്റെ മുൻപിൽ ചെന്ന് നോക്കും. വീണ്ടും വന്ന് റിച്ചിയുടെ അടുത്തിരിക്കും. ബെന്നിയുടെ കാട്ടിക്കുട്ടികൾ കണ്ട് റിച്ചി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. റിച്ചിയുടെ ചിരി കാണുമ്പോൾ ബെന്നി നോക്കി പേടിപ്പിക്കും. ഓരോന്ന് ഒപ്പിച്ച് വയ്ക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇതുപോലെ ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടി വരുമെന്ന് റിച്ചി ആരോടൊന്നില്ലാതെ പറഞ്ഞു. തെണ്ടി, പകരം വീട്ടുവാണല്ലേ? ബെന്നി കപടദേശത്തോട് റിച്ചിയോട് ചോദിച്ചു. റിച്ചി. അരമണിക്കൂറിന് ശേഷം നേഴ്സ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുമായി പുറത്തേക്ക് വന്നു. അലോഷി, നേഴ്സ് വിളിച്ചതും ബെന്നി അവർക്കടുത്തേക്ക് ചെന്നു. ആൺകുട്ടിയാണ്. നേഴ്സ് കുഞ്ഞിനെ ബെന്നിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ബെന്നി തൻ്റെ പൊന്നോമനയുടെ നെറ്റിൽ ചുണ്ട് ചേർത്തതും തൻ്റെ അച്ഛൻ്റെ ചൂടറിഞ്ഞതുപോലെ ആ പെഞ്ചോമന ബെന്നിയുടെ നെഞ്ചിലെ ചൂടിലേക്ക് ചാഞ്ഞു. വാ വാ വാ. റിച്ചൂട്ടനും റീക്കുട്ടിയും റിച്ചിയുടെ കയ്യിലിരുന്ന് ബെന്നിയുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി. ബെന്നി കുഞ്ഞിനെയും കൊണ്ട് റിച്ചിയുടെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞ് കയ്യിലും കാലിലും കവളിലുമൊക്കെ അതിശയത്തോടെയാണ് റീക്കുട്ടിയും റിച്ചുട്ടനും തൊട്ടു നോക്കുന്നത്. നേഴ്സ് വന്ന് കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി. പിന്നീട് അല്ലുവിനെ റൂമിലേക്ക് മാറ്റിയതിനു ശേഷമാണ് എല്ലാവരും കുഞ്ഞിനെ കാണുന്നത്. ബെന്നിയും കത്രീനാമ്മച്ചിയും ഗീതയുമാണ് അല്ലുവിന് കൂട്ടായി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. രാത്രി പിന്നെ വീട്ടിൽ പോകും. ഡിസ്ചാർജ് ചെയ്ത് അല്ലുവിനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായി ബെന്നി ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. എങ്കിലും എല്ലാവരുടെയും കണ്ണുവെച്ച് ബെന്നി അല്ലുവിൻ്റെ അടുത്തെത്തും. റിച്ചിയാണ് അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. മാസങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പള്ളിയിൽ വെച്ച് ബെന്നിയുടെ കുഞ്ഞിൻ്റെ മാമോദിസ നടത്തി. അഭിമന്യു ക്രിസ്ത്യൻ ആചാരപ്രകാരം മാമോദിസ നടത്തിയപ്പോൾ ബെന്നിയുടെ ആഗ്രഹപ്രകാരമാണ് കുഞ്ഞിന് ഹിന്ദു ആചാരപ്രകാരം പേരിട്ടത്. ബെന്നിയുടെ ആ തീരുമാനം എല്ലാവരിലും ഒരുപോലെ സന്തോഷമുണ്ടാക്കിയിരുന്നു. അബിക്കുട്ടന് ഇപ്പോൾ 6 മാസം പ്രായമുണ്ട്. റീക്കുട്ടിക്കും റിച്ചുട്ടനും ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. ഏത് സമയവും രണ്ടുപേരും അബിക്കുട്ടൻ്റെ പുറകെയാണ്. തങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ച അവർ നന്നായി ആസ്വദിക്കുന്നുണ്ട്. റിച്ചുട്ടൻ ഇപ്പോൾ ഒരു കുസൃതി കൊടുക്കുകയാണ്. റീക്കുട്ടിക്ക് പ്രായത്തേക്കാൾ പക്വതയുണ്ട്. റിച്ചുയുടെ പ്രണയിച്ചൂടിൽ തടന്ന് നഗ്നമായി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുവാണ് മരിയ.
റിച്ചി തൻ്റെ ഒരു കയ്യാൽ മരിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ തുറന്ന് എന്തോ ആലോചനയിൽ കിടക്കുമ്പോഴും റിച്ചിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. റിച്ചിയുടെ കൈകൾ മരിയയുടെ മുടികൾ തലോടി പോകുന്നുണ്ട്. ഇച്ചായ, മരിയയുടെ വിളിക്ക് റിച്ചി ഒന്ന് മൂളിയതേയുള്ളൂ. റിച്ചൂട്ടനും റീക്കുട്ടിക്കും അബിക്കുട്ടനും ഒത്തിരി ഇഷ്ടമാണ്. അബിക്കുട്ടൻ വന്നതിന് ശേഷം രണ്ടുപേർക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അബിക്കുട്ടൻ എപ്പോഴാണ് നടക്കുന്നത്, സംസാരിക്കുന്നത്, എപ്പോഴാണ് അവരുടെ കൂടെ കളിക്കുന്നത്, ഇതൊക്കെയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ചോദ്യം. ഇച്ചായ, എന്നതാ മരിയ കൊച്ചേ, ഇച്ചായൻ എന്തോ ഒന്നും പറയാതെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ എന്തെങ്കിലും മറുപടി പറയാൻ നീ എന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് പിന്നെ ഇച്ചായ, ഈ വളഞ്ഞ മൂക്കിൽ പിടിക്കാതെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നേരെ ചൊവ്വേ അങ്ങ് പറ കൊച്ചേ. അപ്പോൾ നിന്റെ ഇച്ചായന് എളുപ്പം കാര്യം മനസ്സിലാകും. അത് പിന്നെ ഏത് പിന്നെ? അതുണ്ടല്ലോ ഇച്ചായ. പിന്നില്ലേ, റിച്ചൂട്ടനും റീക്കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞില്ലേ? അത് പിന്നെ ഇച്ചായ, ഇനിയിപ്പോൾ അവർക്കൊരു അനിയനോ അനിയത്തിയോ കൂടി വേണ്ടേ? റിച്ചിയുടെ കഴുത്തിലെ മാലയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് മരിയ പറഞ്ഞു. അവർക്കിപ്പോൾ കളിക്കാൻ ഒരു അനിയനുണ്ട്, അത് മതി. ശബ്ദം കുറിച്ച് കടുപ്പിച്ച് തന്നെയാണ് റിച്ചി അത് പറഞ്ഞത്. ഇച്ചായ, അങ്ങനെയല്ല, മിണ്ടാതെ കിടന്ന് ഉറങ്ങി നോക്കാം മരിയെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ റിച്ചി പറഞ്ഞു. ഇച്ചായ, നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. മരിയെ വീണ്ടും പറഞ്ഞ് തുടങ്ങിയതും റിച്ചി ദേഷ്യം കൊണ്ട് അലറി. റിച്ചിയുടെ പെരുമാറ്റം മരിയെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചു. റിച്ചിയുടെ നെഞ്ചിൽ നിന്ന് മടന്നു മാറി മരിയ ഭിത്തിയോട് ചേർന്ന് കിടന്നു. റിച്ചി കണ്ണിന് കുറുകെ കൈകൾ വെച്ച് കിടന്നു. വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് മരിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു റിച്ചിയുടെ മനസ്സ് മുഴുവൻ. റൂമിൻ്റെ ഒരു സൈഡിലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ബേബി ബെഡിൽ കിടന്നുറങ്ങുന്ന തൻ്റെ മക്കളെ റിച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി. റിച്ചി തലചരിച്ച് മരിയെ ഒന്ന് നോക്കി. ചെറുതായി വിറയ്ക്കുന്ന ശരീരത്തിൽ നിന്നും മരിയ കരയുകയാണെന്ന് റിച്ചിക്ക് മനസ്സിലായി. ഒരു ചിരിയോടെ റിച്ചി മരിയെ കടത്തേക്ക് ചരിഞ്ഞു കിടന്ന് വയറിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് മരിയെ തന്നോട് ചേർത്ത് പിടിച്ചു. അതോടെ മരിയയുടെ കരച്ചിൽ ഉച്ചത്തിലായി. ഇച്ചായൻ്റെ മരിയെക്കുറിച്ച് എന്തിനാ കരയുന്നേ? മരിയയുടെ കവളിലേക്ക് തൻ്റെ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് റിച്ചി ചോദിച്ചു. എന്നോട് മിണ്ടണ്ട, എന്നോട് ദേഷ്യപ്പെട്ടില്ലേ, എന്നെ വഴക്ക് പറഞ്ഞില്ലേ? കൊച്ചുകുട്ടികളെ പോലെ മരിയ പരാതി പറയുന്നത് കേട്ട് റിച്ചി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. റിച്ചിയുടെ ചിരി കേട്ട് ദേഷ്യം വന്ന് മരിയ തിരിഞ്ഞു കിടന്ന് റിച്ചിയുടെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി. ഡി പട്ടി വിടടി, എനിക്ക് വേദനിക്കുന്നടി. വേദനിക്കട്ടെ, വേദനിക്കാൻ വേണ്ടി തന്നെയാണ് കടിച്ചത്. എൻ്റെ മരിയെ കൊച്ചിന് ഇച്ചായൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരുപാട് വേദനിച്ചോ? മരിയ ഒന്ന് മൂളിയതേ ഉള്ളൂ. മരിയ റിച്ചൂട്ടനെയും റീക്കുട്ടിയെയും പ്രസവിച്ച സമയത്ത് നിനക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതല്ലേ. അന്ന് നിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇനിയൊരു പ്രഗ്നൻസി എൻ്റെ മരിയ കൊച്ചിൻ്റെ റിസ്ക്കാണ്, ഒരു പക്ഷെ നിൻ്റെ ജീവൻ പോലും. അത്രയും പറഞ്ഞപ്പോൾ തന്നെ റിച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇച്ചായ, തൻ്റെ കവളിൽ പതിച്ച റിച്ചിയുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് മരിയ റിച്ചിയെ വിളിച്ചു. എനിക്ക് പറ്റില്ല മരിയ, നിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ. അന്ന് ഞാൻ അനുഭവിച്ച വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കേ അറിയൂ. നിന്നിലാണ് ഈ റിച്ചിയുടെ ലോകം തന്നെ. ആരൊക്കെ ഉണ്ടെങ്കിലും നീ ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഇച്ചായൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇച്ചായ, മരിയ റിച്ചിയെ ഉറകെ പുണർന്നു. എന്തിനാ ഇച്ചായ എന്നിങ്ങനെ സ്നേഹിക്കുന്നേ? നിന്നെ കണ്ടുമുട്ടിയ ശേഷമാണ് മരിയ എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയത്. നിൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് തോന്നിയത്. നീ എന്ന പെണ്ണിലാണ് ആദ്യമായും അവസാനമായും റിച്ചി അടിമപ്പെട്ടത്. നിൻ്റെ കാര്യത്തിൽ മറ്റാരെക്കാളും റിച്ചി സ്വാർത്ഥനാണ്. റിച്ചി പറഞ്ഞു നിർത്തിയതും മരിയ റിച്ചിയുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി. ആ രാത്രിയിൽ വീണ്ടും ഒരു പ്രണയമഴയെ റിച്ചി മരിയയിൽ പെയ്തിറങ്ങി. 18 വർഷങ്ങൾക്ക് ശേഷം കാൽചെറുക്കം മുൻപോട്ട് നീങ്ങിയപ്പോൾ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന പലരെയും അവർക്ക് പാതിവഴിയിൽ നഷ്ടപ്പെട്ടിരുന്നു. ബെന്നിയുടെ അപ്പനും അമ്മച്ചിയും അത്താച്ചനും അല്ലുവിൻ്റെ അച്ഛനും അമ്മയും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം മരണപ്പെട്ടു. അല്ലുവും ബെന്നിയും ഇപ്പോൾ റിച്ചിക്കും മരിയക്കൊപ്പം വിഷമകാലത്താണ് താമസം. റിച്ചിയും ബെന്നിയും ഒരുമിച്ച് ഇപ്പോൾ ബിസിനസ് നടത്തുന്നു. അല്ലു ഇപ്പോൾ ശ്രീചിത്രയിൽ നഴ്സാണ്. മരിയ ടെക്നോ പാർക്കിൽ HR മാനേജർ. റീക്കുട്ടിയും റിച്ചുട്ടനും BSc മാത്സ് ഫൈനൽ ഇയർ. റിച്ചുട്ടൻ ആളൊരു പാവമാണ്. പഴയ മരിയക്കുട്ടിയെ പോലെ തികച്ചും ശാന്ത സ്വഭാവം. ഒരമ്മക്കുട്ടി. സങ്കടം വന്നാലും സന്തോഷം വന്നാലും റിച്ചുട്ടന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ അമ്മ വേണം. ഇപ്പോഴും റിച്ചിയുടെ ജീവിതത്തിലെ കട്ടുറുമ്പാണ് റിച്ചുട്ടൻ. റിയ കുടുംബത്തിലെ ഒരേ ഒരു പെൺതരി ആയതുകൊണ്ട് എല്ലാവരുടെയും പുന്നാര കുരുന്നാണ്. റിച്ചൂട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം. റിച്ചിയുടെ ദേഷ്യവും വാശിയും അതുപോലെ പകർന്നു കിട്ടിയ റിച്ചിയുടെ പുലിക്കുട്ടി. ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കും. റിച്ചൂട്ടനും അബയ്ക്കും ആദം ഈ പ്രോഡക്റ്റ് ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാട്ടോ. എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യുന്നത് റിയയാണ്. റിയക്കുട്ടി പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ടീച്ചേഴ്സിൻ്റെയും മറ്റു പേരൻസിൻ്റെയും പരാതി കേൾക്കാനേ മരിയയ്ക്ക് നേരമുള്ളൂ. റിയക്കുട്ടി ന്യായമായ കാര്യത്തിൽ ഇടപെടാറൂ എന്നുള്ളതുകൊണ്ട് റിച്ചി ഇതുവരെ നെവർ മൈൻഡ്. അബിക്കുട്ടൻ LLB സെക്കൻഡ് ഇയർ ആണ്. ഇപ്പോഴേ ഒരു കുട്ടി വക്കീലാണ്. വാദം മുഴുവൻ റിയക്കുട്ടിക്ക് വേണ്ടിയാണെന്ന് മാത്രം. ആദം 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അല്ലുവിൻ്റെയും ബെന്നിയുടെയും ലേറ്റ് പ്രൊഡക്റ്റാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന് പറയുന്നത് പോലെയാണ് ആദത്തിൻ്റെ സ്വഭാവം.
റീക്കുട്ടി ആദത്തിന്റെ ചേച്ചിയമ്മയാണ്. കുരുത്തക്കേട് കണ്ടുപിടിച്ചത് ആദമാണെന്നാണ് ബെന്നിയുടെ അഭിപ്രായം. തെങ്ങിൽ കൂടി കയറി മാവിൽ കൂടി ഇറങ്ങുന്ന സ്വഭാവം റീക്കുട്ടി ഉള്ളതുകൊണ്ട് ആദത്തിന്റെ സ്കൂളിലെ കുരുത്തക്കേടുകൾ വീട്ടിലധികം എത്താറില്ല. അല്ലുവിനേക്കാൾ ആദത്തിന് പ്രിയ മരിയയോടാണ്. റീക്കുട്ടിയെ മരിയയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നതും ആദമാണ്. രാത്രി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ഹാളിലിരിക്കുകയാണ്. കുട്ടികളുടെ കളിയും ചിരിയും തമാശയും ആസ്വദിച്ച് അവർ 4 പേരും കാഴ്ചക്കാരായിരിക്കും. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് മരിയ റൂമിലേക്ക് പോയി. റിയയും ആദവും പരസ്പരം ഒന്ന് നോക്കി. അബിയുടെയും റിച്ചുവിൻ്റെയും നോട്ടം റിയയിലാണ്. റിയ അവരെ കണ്ണു ചിമ്മി കാട്ടി. 4 എണ്ണവും കൂടി ഇന്ന് എന്തൊപ്പിച്ച വെച്ചേക്കുന്നേ? 4 പേരുടെയും കാട്ടുകൂട്ടൽ കണ്ട് റിച്ച് ചോദിച്ചു. ഞങ്ങളൊരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ടില്ല റിച്ചപ്പാ. ആദം വളരെ നിഷ്കളങ്കതയോടെ റിച്ചിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പ്രശ്നം ഉണ്ടാക്കി വെച്ചത് ഈ കുരുപ്പ് തന്നെ. ആദത്തിന്റെ മറുപടി കേട്ട് ബെന്നി പറഞ്ഞു. 4 എന്താ 4ൻ്റെയും വിളി? നിങ്ങളുടെ ശ്രീമ വരട്ടെ, 4ന് കിട്ടിക്കോളും. അല്ലു 4 പേരോടും കൂടി പറഞ്ഞു. മരിയ മക്കളുടെ 4 പേരുടെയും ശ്രീമയാണ്. ശ്രീമ പാവമാണ്. അമ്മ ആവശ്യമില്ലാതെ ശ്രീമയെ എരിവേറ്റാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ശ്രീമയുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് വഴക്ക് വാങ്ങിത്തരുന്നത് മുഴുവൻ ഈ അമ്മയാണ്. ഏതു നേരത്താണോ ഇതിന്? നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടെന്ന്. അപ്പോൾ എന്ത് ആഹ്ലാദമായിരുന്നു. അനുഭവിച്ചോ? അല്ലു ബെന്നിയെ നോക്കി രൂക്ഷമായി അവൻ്റെ ചെവിക്കരികിൽ പറഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലടി, പറ്റിപ്പോയി. ഇത് ഇത്രയും വലിയൊരു ഭാരമാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബെന്നി ദയനീയമായി അല്ലുവിനോട് പറഞ്ഞു. റിയ! മരിയയുടെ ഒറ്റ വിളിയിൽ 4 എണ്ണവും ഇരുന്നിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഇന്ന് എന്തായിരുന്നു റിയ വഴിയിൽ ബഹളം? അത് പിന്നെ ശ്രീമ ചേച്ചി അല്ല, അവരായിട്ടാ. നിർത്തബി. അബി പറഞ്ഞു തീരുന്നതിന് മുമ്പേ മരിയ കൈയോർത്തി അവനെ തടഞ്ഞു. ഇവൾ എന്ത് ചെയ്താലും നീ അതിനെ വാദിച്ച് ന്യായീകരിക്കാൻ നോക്കണ്ട. അബിയോട് പറഞ്ഞുകൊണ്ട് മരിയ വീണ്ടും റിയയ്ക്ക് നേരെ തിരിഞ്ഞു. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ റിയ? എന്തായിരുന്നു ഇന്ന് വഴിയിൽ പ്രശ്നം? അത് പിന്നെ ശ്രീമ. കള്ളം പറയാൻ നോക്കണ്ട റിയ. ആ ശാരദ ചേച്ചി എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞു. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇവരും കൂടി അറിയണ്ടേ കാര്യങ്ങൾ. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ആ ഏഷണി പിശാചൻ നമ്മളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് ശ്രീമയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമെന്ന്. ആദ്യം റിയയോട് സ്വകാര്യം പറഞ്ഞതാണെങ്കിലും ശബ്ദം കുറച്ച് കൂടിപ്പോയി. റിയ പെട്ടെന്ന് തന്നെ ആദ്യത്തിൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ശ്രീമ ആ ബസ് സ്റ്റോപ്പിൽ എന്നും ഇരിക്കാറുള്ള ചെക്കന്മാരാണ്. എന്നും ഓരോ കമൻ്റടിയാണ്. കേട്ട് മടുത്തു. ഇന്ന് ഞാൻ ആദ്യത്തിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവന്മാർ കളിയാക്കി. ഞാൻ ഒന്നും തിരിച്ചു പറയാതെ നടന്നതാ. അപ്പോൾ അതിലൊരുത്തൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ വിടാൻ പലതവണ പറഞ്ഞതാ, വിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചു. റിയ പറഞ്ഞു നിർത്തിയത് മരിയ റിച്ചുവിനെയും അബിയെയും ഒന്ന് നോക്കി. അബിയുടെ വാദം ആദ്യം തന്നെ മരിയ തടസ്സപ്പെടുത്തിയത് കൊണ്ട് കുട്ടി സൈലൻ്റായി റിച്ചുവിൻ്റെ പുറകിലേക്ക് മാറി നിന്നു. അത് ഞാൻ റിയോട് പറഞ്ഞതാ ശ്രീമ. അവരൊന്നും ചെയ്യേണ്ട, വീട്ടിൽ വന്ന് അപ്പയോടും ബെന്നിയപ്പയോടും പറയാമെന്ന്. മരിയയുടെ നോട്ടം കണ്ട് റിച്ചു തലകുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. ചേച്ചിയും അവന്മാരെ തല്ലിയതിലൊരു തെറ്റുമില്ല. അവന്മാരുടെ നോട്ടം കണ്ട് എനിക്കൊരു തല്ലാൻ തോന്നി. ആദം എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. ആരെങ്കിലും നോക്കിയെന്നും പറഞ്ഞ് നീയൊക്കെ തല്ലാൻ നടക്കുവാണോ? ഇപ്രാവശ്യം അല്ലുവിൻ്റെ ശബ്ദമാണ് ഉയർന്നത്. അവന്മാർ ചേച്ചിയമ്മയും വൃത്തികെട്ട രീതിയിലാണ് അമ്മ നോക്കിയത്. അവന്മാർ വൃത്തികെട്ട രീതിയിലാണ് നോക്കിയതെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? അല്ലു ചോദിച്ചതിന് മറുപടി പറയാതെ ആദം ആ ചെറുപ്പക്കാരൻ റിയയെ നോക്കിയതുപോലെ അല്ലുവിനെ ഒന്ന് നോക്കി. ഇതുപോലെയാണ് അമ്മ അവന്മാർ ചേച്ചിയമ്മയെ നോക്കിയത്. ആദത്തിൻ്റെ നോട്ടവും പറച്ചിലും കേട്ട് റിച്ചിയും ബെന്നിയും മരിയും അല്ലുവും ഒരുപോലെ വാപൊളിച്ചു പോയി. മത്തം കുത്തിയാലെങ്ങനെ കുമ്പളം മുളയ്ക്കുന്നത്? നിങ്ങളുടെ സകല സ്വഭാവവും ആ ചെക്കൻ്റെ കയ്യിലുണ്ട്. അല്ലു ആദിത്യനെ നോക്കി ബെന്നിയോട് പറഞ്ഞു. ബെന്നി ദയനീയമായി ആദിത്യനെ ഒന്ന് നോക്കി. അവിടെ എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിലാണ് നിൽപ്പ്. റിച്ചിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തിരിച്ചു മറുപടി പറയണമെന്ന്. അതുപോലെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവർക്ക് ഇട്ട് പൊട്ടിച്ചോ. ബാക്കി റിച്ചിപ്പോൾ നോക്കിക്കോളെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യത്തിൻ്റെ പറച്ചിൽ കേട്ട് ഇപ്രാവശ്യം ഞെട്ടിയത് റിച്ചിയാണ്. ഈ കുരിപ്പിന് ഞാൻ. റിച്ചി ബെന്നിയെ നോക്കി വന്ന് പല്ലു കടിച്ചു. പറ്റിപ്പോയി അളിയ, നീ ക്ഷമിക്ക്, ബെന്നി ദയനീയമായി റിച്ചിയോട് പറഞ്ഞു. അല്ലെങ്കിൽ മിച്ചാൻ ഒറ്റ ഒരാളെ ഈ പിള്ളേരെ 4നെയും വഷളാക്കുന്നത്. റിച്ചി രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് മരിയ പറഞ്ഞു. റിച്ചി ബെന്നിയെ ഒന്ന് നോക്കി. മതി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. എല്ലാവരും പോയി കിടന്നേ, സമയം ഒരുപാടായി. റിച്ചിയുടെ നോട്ടം കണ്ട് ബെന്നി പറഞ്ഞതും അത് കേൾക്കാൻ കാത്തു നിന്ന പോലെ 4 ജീവനും കൊണ്ടോടി. മരിയയും അല്ലുവും റൂമിലേക്ക് പോയി. ബെന്നിയും റിച്ചിയും ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാണ് കിടക്കാനായി പോയത്. റിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ റിച്ച് മരിയെ കെട്ടിപ്പിടിച്ചു കിടപ്പുണ്ട്. ഇവനെന്താ ഇവിടെ കിടക്കുന്നേ? ഞാൻ റിയ മോളെ വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമമാണ്. ഡാ ചെക്ക, കെട്ടിക്കാറായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നിനക്ക് നാണമില്ലേ? പോയി ആ പിള്ളേരുടെ കൂടെ കിടക്കടാ. എന്നും 4 കൂടിയല്ലേ കിടക്കുന്നത്. നീ ചെന്നില്ലെങ്കിൽ 3 കൂടി ഇങ്ങോട്ട് വരും. പിന്നെ എന്തിന് മനുഷ്യൻ ഓർക്കില്ല. റിച്ചി അതും പറഞ്ഞ് റിച്ചുട്ടനെ കുത്തിപ്പൊക്കി റീക്കുട്ടിയുടെയും അബിക്കുട്ടിയുടെയും ആദ്യത്തിൻ്റെയും ഒപ്പം റൂമിലാക്കി. റിച്ചി തിരികെ റൂമിലെത്തുമ്പോൾ മുഖം വീർപ്പിച്ച് മരിയയാണ് കാണുന്നത്.
റിച്ചി ഡോർ ലോക്ക് ചെയ്ത് ഒരു കുസൃതിച്ചേരിയുടെ മരിയുടെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ ആ കവള് വീർപ്പിക്കില്ലേ മരിയെ കൊച്ചെ, അത് കാണുമ്പോൾ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നും. ദേശത്തോടെയുള്ള ഒരു നോട്ടമായിരുന്നു മരിയുടെ മറുപടി. റിച്ചി പെട്ടെന്ന് തന്നെ മരിയെ ബെഡിലേക്ക് മറിച്ചിട്ട് അവൾക്ക് മുകളിലായി അമർന്നു. ഇച്ചായ, റിച്ചിയുടെ മരിയെ വിളിച്ചതും റിച്ചികളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. മരിയയുടെ കൈകൾ റിച്ചിയുടെ മുടിയിൽ കൊരുത്ത് വലിച്ചു. മരിയയിലെ ഓരോ അണുവിനെയും ചുംബിച്ചും തലോടെയും വേദനിപ്പിച്ചും വീണ്ടും അവൾ റിച്ചി ഒരു പ്രണയകാവ്യം തീർത്തു. ആ മുറിക്കുള്ളിൽ തങ്ങി നിന്ന നിശ്വാസങ്ങൾക്കും കിതപ്പുകൾക്കും ഒടുവിൽ റിച്ചി തളർന്ന മരിയയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. കിടപ്പ് അടങ്ങിയതും റിച്ചി മറന്നു കിടന്ന് മരിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏറെ നേരം ഇരുവർക്കുമിടയിൽ മൗനം തളകെട്ടി നിന്നു. ആ മൗനത്തിനിടയിലും ഹൃദയങ്ങൾ പരസ്പരം ഒരു പ്രണയകാവ്യം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഇച്ചായ, അടങ്ങിക്കിടന്നേ, മരിയ കപടദേശത്തോട് റിച്ചിയോട് പറഞ്ഞു. നിനക്കിപ്പോൾ എന്നെ തീരെ മൈൻഡില്ല മരിയെ കൊച്ചെ. കൂടുതൽ മൈൻഡ് ചെയ്യാത്തതാണ് നല്ലത്. ഇപ്പോൾ തന്നെ മുഴുവൻ കടിച്ചു പറിച്ച് വെച്ചേക്കുവാ ചെകുത്താൻ. ഈ ചെകുത്താൻ്റെ ഏത് ഭാവവും ഏറ്റുവാങ്ങാൻ നിനക്കേ കഴിയൂ മരിയെ കൊച്ചെ. നിന്നിൽ അഴിഞ്ഞു ചെയ്യുന്ന ഓരോ നിമിഷവും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഈ പ്രണയത്തിന് കുറുമ്പിന് മാത്രം ഒരു കുറവുമില്ല. റിച്ചിയുടെ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് മരിയെ പറഞ്ഞു. ഭ്രാന്താണ് മരിയ നീ എനിക്ക്. നിന്നിൽ നിന്നും ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്നും ഇന്നും എന്നും റിച്ചിയിൽ നിറഞ്ഞു നിൽക്കുന്ന ലഹരിയാണ് മരിയ നീ. റിച്ചിയിൽ ഒരിക്കലും കെട്ടടങ്ങാത്ത ലഹരി. എൻ്റെ പ്രണയം മഞ്ഞമായിരിക്കും, തീവ്രമായിരിക്കും. എൻ്റെ പ്രണയം നിന്നിൽ നിറയ്ക്കുന്ന ഓരോ നിമിഷവും തീവ്രമായി തന്നെ. നീ അതിൻ്റെ ആഴം അറിയണം. ഈ ചെകുത്താനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നിനക്കേ കഴിയൂ. ഈ ചെകുത്താൻ്റെ കൊച്ച് അല്ലേ മരിയ നീ? മരിയയുടെ കണ്ണിൽ നോക്കി റിച്ചി പറഞ്ഞതും മരിയ റിച്ചിയുടെ ചുണ്ടുകളെ കവർന്നിരുന്നു. വീണ്ടും റിച്ചി എന്ന ചെകുത്താൻ അവൻ്റെ മരിയെ കൊച്ചിൽ തൻ്റെ പ്രണയം പകുത്തു നൽകി. ചെകുത്താനും കൊച്ചും ജീവിക്കട്ടെ സന്തോഷത്തോടെ അവരുടെ ലോകത്ത്. ഇനി ചെകുത്താൻ്റെ കൊച്ചിനായി ഒരു കാത്തിരിപ്പില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.